ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പ്രധാന വാർത്തകൾ. അയോധ്യ വിഷയത്തിൽ നിലപാടില്ലാതെ കോൺഗ്രസ്. നേതാക്കൾക്ക് ലഭിച്ചത് വ്യക്തിപരമായ ക്ഷണമെന്ന് കെ.സി. വേണുഗോപാൽ. നിലപാടെടുക്കാൻ കോൺഗ്രസിന് മേൽ സമ്മർദ്ദം. ബി.ജെ.പി. രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടത്തുന്നുവെന്നും ലീഗ്. ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും സത്യപ്രതിജ്ഞ വൈകിട്ട്. ചടങ്ങിനൊരുങ്ങി രാജ്ഭവൻ. ഗണേഷിന് സിനിമാ വകുപ്പില്ല. കെഎസ്ആർടിസിയെ വരുമാന ചോർച്ച ഇല്ലാതാക്കുമെന്ന് ഗണേഷ് കുമാർ. സത്യസന്ധതയും നീതിയും പുലർത്തുമെന്ന് കടന്നപ്പള്ളി. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയോടെ പെരുമാറിയെന്ന് കുറ്റപത്രം. നടന്നത് ലൈംഗിക ഉദ്ദേശത്തോടെയുള്ള അതിക്രമം. IPC 354 ചുമത്തി. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. മുൻകൂർ ജാമ്യം തേടി സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ. കുർബാന ഏകീകരണത്തിൽ തർക്കം തുടരുന്നു. പ്രതിഷേധവുമായി വിശ്വാസികൾ. കുർബാന തടസ്സപ്പെടുത്തുന്നവരെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം. വത്തിക്കാൻ ഇടപെടൽ ഉടൻ. തൃശൂർ പൂരം പ്രതിസന്ധിയിൽ ഇടപെട്ട് മുഖ്യമന്ത്രി. അടിയന്തര യോഗം വിളിച്ചു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ പങ്കെടുക്കും. ക്യാപ്റ്റന് വിട നൽകാൻ തമിഴകം. സംസ്കാരം വൈകിട്ട് DMDK ആസ്ഥാനത്ത്. അന്ത്യാഞ്ജലി അർപ്പിച്ച് 10,000. അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം BJP തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ്. ക്ഷേത്രം ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും സ്വതന്ത്രമായി തീരുമാനമെടുക്കട്ടെ എന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. അക്കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറയില്ല എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ദേശീയ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷമാണ് ലീഗ് നിലപാട് പ്രഖ്യാപിച്ചത്. ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല. അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും. അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. പക്ഷേ ഇവർ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം, ആരാധനാ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന വിഷയം എല്ലാവരും അറിയണം. അതാണ് ഇന്നെടുത്ത തീരുമാനം. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനുമോദ്, എന്തായാലും ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും നേതാക്കളുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒഴിഞ്ഞുമാറിയുള്ള ഒരു പ്രതികരണമാണ് കെ.സി. വേണുഗോപാലിന്റെ ആയാലും ശശി തരൂരിന്റെയും ഒക്കെയും ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇതിപ്പോൾ ഈ വിഷയത്തിൽ യോഗത്തിന് ശേഷം ലീഗ് പറഞ്ഞിരിക്കുന്നത് മറ്റു പാർട്ടിയുടെ വിഷയത്തിൽ ഇടപെടാനില്ല, കോൺഗ്രസ് സ്വതന്ത്രമായി നിലപാടെടുക്കട്ടെ എന്ന് ലീഗ് ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെ മനസ്സിലാക്കണം? രഞ്ജിനി, അയോധ്യ വിഷയം നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. കാരണം സംസ്ഥാന തലത്തിൽ സംസ്ഥാന കോൺഗ്രസ് ഇതിൽ അയോധ്യയിൽ പങ്കെടുക്കരുത്, ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന നിലപാട് വ്യക്തമാക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അത്ര എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടി മനസ്സിലാക്കിയാണ് ലീഗിന്റെ നിലപാട്. അയോധ്യ വിഷയത്തിൽ BJP ഇപ്പോൾ നടത്തുന്നത് രാഷ്ട്രീയമായിട്ടുള്ള പ്രചാരണമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടുള്ള പ്രചാരണമാണെന്ന് പറയുന്നു. അതേ സമയം തന്നെ ഇതിൽ വിശ്വാസികളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല, പക്ഷേ ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിനോട് യോജിക്കാനാകില്ല. അത് ഓരോ പാർട്ടികളും സ്വയം തിരിച്ചറിഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ ഒരു തീരുമാനമെടുക്കട്ടെ. അതിൽ ഓരോരുത്തർക്കും തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർ സ്വയം തീരുമാനിക്കട്ടെ എന്ന നിലപാടില്ല. അതായത് കോൺഗ്രസ് അയോധ്യ വിഷയത്തിൽ ഇത് പങ്കെടുത്താൽ പോലും അതിന് കോൺഗ്രസിന്റെ നിലപാടുകളും ന്യായീകരണങ്ങൾ ഉണ്ടാകുമെന്ന ഒരു മുൻകരുതലിൽ തന്നെയാണ് ലീഗ് ഈ നിലപാടെടുത്തിരിക്കുന്നത്. ആ തരത്തിൽ ലീഗിന്റെ ഒരു കോൺഗ്രസ് ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പങ്കെടുത്താലും അത് അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം, തീരുമാനമെടുക്കേണ്ടി വരും എന്നൊരു മുൻധാരണയിൽ തന്നെ ലീഗ് അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഇതിന്റെ രാഷ്ട്രീയം BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളത്. പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളിൽ ലീഗ് ഇതിൽ ഇടപെടാനില്ല എന്നുകൂടി മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കുകയാണ്. കാര്യമെടുക്കുകയാണെങ്കിൽ CPM ഇതിനോടകം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. TMC ഇതിനോടകം നിലപാട് വ്യക്തമാക്കുന്നു, ഒപ്പം JDU വ്യക്തമാക്കുന്നു, RJD ഒക്കെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് അതിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ
ഇങ്ങനെ വൈകിപ്പോകുന്നു. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ വിളിച്ച നേതാവ് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അതിൽ പ്രതികരിക്കട്ടെ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കട്ടെ എന്ന ശശി തരൂർ അടക്കമുള്ളവരുടെ നിലപാടുകളും നമ്മൾ കണ്ടതാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞുമാറിയുള്ള ഒരു പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ലീഗ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് സ്വതന്ത്രമായ ആ വിഷയത്തിൽ നിലപാടെടുക്കട്ടെ എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ലീഗ് ശ്രമിക്കുന്നില്ല എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസത്തെ സുപ്രഭാതത്തിലൊക്കെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലീഗ് നേതാക്കൾ അതൊന്നും പരാമർശിക്കാതെ കോൺഗ്രസ് സ്വതന്ത്രമായ ഒരു നിലപാടെടുക്കട്ടെ എന്ന് പറയുമ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് കോൺഗ്രസിനെ തള്ളിവിടുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കണം. അതെ, തീർച്ചയായും കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ ഒരു നിലപാട്. സമസ്ത പറയുന്നത് പോലെ ഇതിൽ ഒരു നിലപാട് പറയാൻ മുസ്ലിം ലീഗിന് സാധിക്കില്ല. സമസ്ത ഒരു സമുദായ സംഘടനയും ലീഗ് രാഷ്ട്രീയ സംഘടനയുമാണ്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നണിയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിൽ പ്രതികരിക്കാൻ. കാരണം അത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ അതുണ്ടാക്കുന്ന തിരിച്ചടി കൂടി ലീഗ് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലീഗ് ഇപ്പോഴും നിലപാടെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് എന്ത് തീരുമാനിച്ചാലും അത് അവരുടെ തീരുമാനമാകട്ടെ, അതിൽ ഞങ്ങൾ ഇങ്ങനെ വേണമെന്ന് പറയാൻ നിർദ്ദേശിക്കാൻ കഴിയുകയില്ല. മറിച്ച് ഇതിലെ രാഷ്ട്രീയം മനസ്സിലാക്കി നേതാക്കൾ പ്രതികരിക്കട്ടെ, മുന്നണികൾ തീരുമാനിക്കട്ടെ എന്ന ഒരു നിലപാട് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. എൽ.പി. ജയക്കുട്ടി ഇപ്പോൾ നമ്മളൊപ്പം ചേർന്നുണ്ട്. ശ്രീ ജയക്കുട്ടി, ഈ വിഷയത്തിൽ തൊട്ടു മുമ്പ് ലീഗ് അടിയന്തര യോഗം ചേരുന്നു. അതിനുശേഷം രാഷ്ട്രീയകാര്യ സമിതിയാണ് ചേർന്നത്. അതിനുശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും എത്തി മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. എന്തായാലും ഇതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് BJP ഇതിൽ കൃത്യമായ ഒരു ശ്രമം നടത്തുന്നു എന്ന് അത് മറ്റു പാർട്ടികളും നേരത്തെ വിമർശിച്ചതാണ്. ഇപ്പോൾ ലീഗ് അത് ഒന്നുകൂടി അടിവരയിട്ട് ഇവിടെ പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കോൺഗ്രസ് അതിന്റെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. അവർ സ്വതന്ത്രമായി തീരുമാനമെടുക്കട്ടെ എന്നാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമസ്തയുടെ വിമർശനം സുപ്രഭാതത്തിലുണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ച് എങ്ങനെ വേണം നമുക്ക് ഈ വിഷയത്തെ കാണാൻ? അല്ല, ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് ഒരു ദേശീയ കക്ഷിയാണ്. ദേശീയ രാഷ്ട്രീയത്തില് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ഒരു വികാരം, ജനവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ കോൺഗ്രസിന് ദേശീയ തലത്തിൽ നിലപാടുകൾ എടുക്കാൻ കഴിയുള്ളൂ. കേരളത്തിൽ തീർച്ചയായും കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള സമീപനം ഉണ്ടാവും രാഷ്ട്രീയ കക്ഷികൾക്ക്. അതിന്റെ ഒരു പ്രകടനമാണ് പിന്നെ ഈ സമസ്തയിലെ ഒരു വിഭാഗം വളരെ ശക്തമായിട്ട് എടുത്തിരിക്കുന്ന നിലപാട്. അവരുടെ മുഖപത്രത്തിൽ വന്നിരിക്കുന്ന എഡിറ്റോറിയലും അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലുള്ള ഒരു നിലപാട് മാത്രം കണക്കിലെടുത്തുകൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അത് കോൺഗ്രസുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് അറിയാം. പൊളിറ്റിക്സിൽ ഒരു ഗിവ് ആൻഡ് ടേക്കിന്റെ അന്തരീക്ഷത്തിൽ മാത്രമേ നമുക്ക് പോകാൻ കഴിയൂ. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ കാര്യത്തിൽ അവരെന്ത് നിലപാടെടുക്കണം എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് ലീഗ് പറയുന്നത് ന്യായമാണ്. ലീഗിന് അങ്ങനെ ഒരു ക്ഷണക്കത്ത് കിട്ടിയാൽ അവർ പോകാനിടയില്ല. കാരണം ലീഗിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടൊരു നിലപാടെടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അപ്പം അതേസമയത്ത് കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാട് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. ആ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ദേശീയ തലത്തിലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയും പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷിയും എന്നുള്ള വ്യത്യാസമാണ്. ലീഗ് അക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിനെ അനാവശ്യമായിട്ട് പ്രതിസന്ധിയിലാക്കാൻ അവരാഗ്രഹിക്കുന്നില്ല. പക്ഷെ മുസ്ലിം സമുദായത്തിലെ പിന്നെ ഈ സമസ്തയിലെ ഒരു ഗ്രൂപ്പ് അങ്ങനെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഗുണം ചെയ്യാനിടയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതായത് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം സമസ്തയുടെ ആ മുഖപത്രത്തിലുള്ള അല്ലെങ്കിൽ സുപ്രഭാതത്തിൽ നമ്മൾ കണ്ടത് അവരുടെ നിലപാട് നമ്മൾ കണ്ടതാണ്. പക്ഷേ ലീഗ് അതിലേക്കൊന്നും കടക്കുന്നില്ല. മുമ്പിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ലീഗ് കോൺഗ്രസിനെ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നില്ല. സ്വതന്ത്രമായി നിലപാടെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാടിലേക്ക് ലീഗ് എത്തുന്നു. അതെ, എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ ജെഫ്രി തങ്ങൾ കോൺഗ്രസ് അനുഭാവം ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ലീഗിനേക്കാൾ കൂടുതൽ കോൺഗ്രസിനോടാണ് അനുഭവം. പക്ഷേ ഈ സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കള്, ഒരു യുവജന വിഭാഗം നേതാക്കൾ എന്ന് നമുക്ക് പറയാം, അവർക്ക് ലീഗിനോട് കടുത്ത വിരോധമുണ്ട്. പല വിഷയങ്ങളിലും സമീപകാലത്ത് പല വിഷയങ്ങളിലും ലീഗുമായിട്ട് അവർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ലീഗിനെ പ്രതിസന്ധിയിലാക്കുന്ന നിരവധി സമീപനങ്ങൾ അവർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക ഏകപക്ഷീയമായ നിലപാടുകൾ അവരെടുക്കാറുണ്ട്. ഉദാഹരണത്തിന് സാദിഖ് അലി തങ്ങൾ ഏതോ ഒരു കേക്ക് മുറിക്കൽ പരിപാടിയിൽ പങ്കെടുത്തു. അതൊക്കെ ഒരു വലിയ വിഷയമാക്കിക്കൊണ്ടൊരു സാമൂഹിക പ്രശ്നമാക്കി ലീഗിനെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കുക എന്നൊരു സമീപനം അവർക്കുണ്ട്. അത് ലീഗിനോടുള്ള വിരോധമാണ് അവരെ നയിക്കുന്നത്. പക്ഷെ ലീഗിനോടുള്ള വിരോധത്തിന്റെ പേരിൽ
അവര് വളരെ എന്താ പറയാ മറുകണ്ഠം ചാടുന്ന ഒരു രൂപത്തിലാണ് ഈ വിഷയങ്ങളിലൊക്കെ സമീപനം എടുക്കുന്നത് എനിക്ക് തോന്നുന്നത്. അത് കേക്ക് വിഷയത്തിലായാലും ശരി, ഈ പിന്നെ രാമക്ഷേത്ര വിഷയത്തിലായാലും ശരി, അനാവശ്യമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാക്കുന്ന സമീപനമാണ് ചിലർ സ്വീകരിക്കുന്നത്. അത് ലീഗിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കും. പക്ഷെ ലീഗ് മാത്രമല്ല തകരുക, നമ്മുടെ സമുദായത്തിലെ, നമ്മുടെ സമൂഹത്തിലെ സാമൂഹിക സൗഹാർദ്ദം കൂടി തകരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ടതാണ് ഉള്ള അഭിപ്രായം കൂടിയുണ്ട്. യെസ്, നന്ദി ശ്രീ എൻ പി ചേക്കുട്ടി, താങ്കളുടെ പ്രതികരണത്തെ. എന്തായാലും അയോധ്യ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാതെ KC വേണുഗോപാൽ നിലപാട് ഇന്ന് പറയണം നാളെ പറയണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ചത് വ്യക്തിപരമായ ക്ഷണം മാത്രമാണ് എന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങള് കോൺഗ്രസിന്റെ പ്രസിഡന്റിനും അതുപോലെ തന്നെ സോണിയാഗാന്ധിക്കും അവരുടെ വ്യക്തിപരമായിട്ട് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ആലോചിച്ച് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നാട്ടിൽ മുഴുവൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമല്ലത്. ആ കാര്യത്തിൽ കോൺഗ്രസ് നിലപാടെടുക്കേണ്ട സമയത്ത് ആ കാര്യത്തിൽ അവർ രണ്ടുപേരും നിലപാടെടുക്കുന്ന സമയത്ത് നിലപാടെടുക്കും. അത് നിങ്ങൾക്ക് ബുദ്ധിയാവുമല്ലോ. പാർട്ടി എന്ന തരത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ? കാരണം ഇത്രയും ആശങ്കപ്പെടുത്തേണ്ട കേരളത്തിലൊക്കെ മുസ്ലിം ലീഗ് പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഞങ്ങൾ ചോദിച്ചല്ലോ, കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലൊക്കെ കോൺഗ്രസിന് വ്യക്തവും സുചിന്തിതവുമായ നിലപാടുകളൊക്കെ ഞങ്ങൾ ആ നിലപാടുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലൂടെ സംശയവും വേണ്ട. ഞങ്ങളുടെ നിലപാട് പറയണം, ഇന്ന് പറയണം, നാളെ രാവിലെ പറയണം എന്ന് ആരെങ്കിലും പറയുന്ന പാർട്ടിയല്ല, അങ്ങനെ പറയത്തുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പാർട്ടി ഫോറങ്ങളിൽ ചർച്ച ചെയ്ത് നിലപാടെടുക്കേണ്ട വിഷയങ്ങളിൽ നിലപാടെടുക്കും. അത് ഞാൻ പറഞ്ഞില്ല, പലവട്ടം പറഞ്ഞതാണ്. ഇത് ഇന്നലെയും പറഞ്ഞതാണ്. ഇത് തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളോട് തിരിച്ചിതാണ്. ഒരു മാധ്യമ പ്രവർത്തകന് ഫോൺ ചെയ്യാൻ പോലും സ്വാതന്ത്ര്യം കൊടുക്കാത്ത രാജ്യം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദ്യമില്ല, അതിനെക്കുറിച്ച് ആശങ്ക നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഈ ഇതിലുണ്ടാക്കി കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കെണിയിൽ വീഴ്ത്താൻ പറ്റുമോ? ഇതാണല്ലോ ചോദ്യം. ഇപ്പോൾ രാജ്യത്തിന്റെ വിശാലമായ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനെന്താ ചെയ്യുന്നത്. TG സജിത്ത് കൂടി വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. സജിത്ത്, ഇപ്പോൾ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. കൃത്യമായ ഒരു മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയുള്ള പ്രതികരണമാണ് KC വേണുഗോപാലിന്റെ ഭാഗത്ത് നടക്കമുണ്ടാകുന്നത്. ഇന്നലെ ശശി തരൂരിന്റെ ഭാഗത്തും സമാനമായ പ്രതികരണമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും അധീർ രഞ്ജൻ ചൌധരിക്കുമാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത്. അവർ അതിൽ തീരുമാനമെടുക്കട്ടെ എന്ന ഒഴിഞ്ഞു മാറിയുള്ള ഒരു പ്രതികരണം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഇന്ത്യ മുന്നണിയുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഓരോ പാർട്ടികളും നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. RJD നിലപാട് വ്യക്തമാക്കുന്നു, പോകുന്നില്ല എന്ന് പറയുന്നു. TMC നിലപാട് വ്യക്തമാക്കുന്നു. ഇപ്പോൾ CPM ഇവിടെ നിലപാട് വ്യക്തമാക്കുന്നു. എന്തിന് ഈ അയോധ്യ വിധിയെ സ്വാഗതം ചെയ്ത നിതീഷ് കുമാർ അടക്കം അതിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസിന് ഇങ്ങനെ ഒരു നിലപാട് പറയാൻ എന്താണ് ഇത്ര ഒരു താമസം? അപ്പോഴും അവിടെ ലീഗ് കോൺഗ്രസിനെ ഒരു പ്രതിസന്ധിയിലാക്കുന്നില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമല്ലേ? രഞ്ജിനി, കോൺഗ്രസിൻ്റേതൊരു ദുർഘടസന്ധിയാണ്. കാരണം പെട്ടെന്ന് തീരുമാനമെടുത്ത് ആ തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് ഈ അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് നേരിടുന്നത്. അത് എല്ലാ നേതാക്കളുടെയും വാക്കുകളിലും പ്രകടമാണ്. മുസ്ലിം ലീഗിനെ പോലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷി അത് മനസ്സിലാക്കി, കോൺഗ്രസിൻ്റെ പ്രതിസന്ധി മനസ്സിലാക്കി ഇന്ന് പ്രതികരിച്ചു എന്നത് ഒരു പക്ഷേ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിന് ആശ്വാസകരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ലീഗ് കൂടി അല്പം ശക്തമായ ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ, കോൺഗ്രസ് വേഗത്തിൽ നിലപാടെടുക്കണം അല്ലെങ്കിൽ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നുപോലെയുള്ള ശക്തമായ നിലപാട് ലീഗ് എടുത്തിരുന്നെങ്കിൽ സംസ്ഥാനത്തെങ്കിലും കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധി, അല്പം കൂടി രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേരിടുന്ന ഈ രാഷ്ട്രീയ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അക്കാര്യത്തിൽ പ്രതികരണം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് തീർച്ചയായും കോൺഗ്രസിന് ആശ്വാസകരമാണ്. മറ്റൊന്നുള്ളത്, ഇന്നത്തെ പ്രതികരണങ്ങളുടെ ഒരു പൊതു സ്വഭാവം പരിശോധിക്കുമ്പോൾ പതിവ് പോലെ കോൺഗ്രസിന് വ്യക്തമായ നിലപാട് പറയാൻ കഴിയുന്നില്ല. ഈ വിഷയത്തിൽ നേതാക്കളുടെ അഭിപ്രായ പ്രകടനത്തിന് പോലും കോൺഗ്രസിൽ ചില വിലക്കുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ ചില അനൗദ്യോഗികമായ ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് വ്യക്തമാവേണ്ടതാണ്. അതിനുമപ്പുറം ഇപ്പോൾ അല്പസമയം മുമ്പ് സീതാറാം യെച്ചൂരി അടക്കമുള്ളവരുടെ വാക്കുകളും ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൽ BJP കൃത്യമായ ഒരു രാഷ്ട്രീയം ഈ അയോധ്യയെ മുൻനിർത്തി കളിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയത്തിൽ ആരും വീണു പോകരുത് എന്നൊരു മുന്നറിയിപ്പും സീതാറാം യെച്ചൂരി നൽകുന്നുണ്ട്. ഒരു പക്ഷേ കോൺഗ്രസിനെ ഒന്ന് തലോടി കരുതൽ നടത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സീതാറാം യെച്ചൂരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി ശ്രദ്ധേയമാണ്. ഒരു പക്ഷേ ദേശീയ തലത്തിലുള്ള കാഴ്ചപ്പാടുകൾ കൂടി പങ്കുവെച്ചുകൊണ്ടാവാം യെച്ചൂരി അത്തരം നിലപാടെടുത്തത്. പക്ഷേ ഈ വിഷയം കേരള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം മാറുന്നു എന്നതാണ് കോൺഗ്രസിനെ കുഴയ്ക്കുന്ന വിഷയം. കാരണം കേരളത്തിലാണ് കോൺഗ്രസ് ഇതിന് വ്യക്തമായ നിലപാടെടുക്കാൻ സമ്മർദ്ദമുണ്ടാവുന്നത്. പ്രധാനമായും CPM പോലെ ഉള്ള കക്ഷികൾ കോൺഗ്രസിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു.
മുസ്ലിം ലീഗിലെ അല്പം തീവ്ര നിലപാടുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ കോൺഗ്രസിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് കോൺഗ്രസിന് മേൽ ഇത് പ്രതിസന്ധിയാവുന്നത്. എന്തായാലും ഈ പ്രശ്നത്തിൽ കോൺഗ്രസിന് മേൽ പ്രതിസന്ധി മാറുന്നില്ല. കാരണം നിലപാടെടുത്തേ കഴിയുള്ളൂ. ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ കെ സി വേണുഗോപാലൊക്കെ പറഞ്ഞതുപോലെ നേതാക്കൾക്ക് വ്യക്തിപരമായ ക്ഷണമാണ് കിട്ടിയത് എന്ന വാദമുയർത്തി എത്ര നാൾ പിടിച്ചു നിൽക്കാനാവുമെന്നത് കോൺഗ്രസിന് മുന്നിൽ ഒരു പ്രതിസന്ധിയെ തന്നെ ഉണ്ടാവും. കാരണം സീതാറാം യെച്ചൂരിക്കും വ്യക്തിപരമായ ക്ഷണമാണ് കിട്ടിയത്, അദ്ദേഹം അത് നിരസിച്ചില്ലേ എന്ന ചോദ്യം മറുവശത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് കോൺഗ്രസിന് സ്വാഭാവികമായും വിഷയത്തിൽ അല്പം വൈകിട്ടാണെങ്കിൽ പോലും നിലപാടെടുത്തേ പറ്റുള്ളൂ. അവർക്ക് പക്ഷേ അത് ദേശീയ സാഹചര്യം പരിഗണിക്കേണ്ടി വരുന്നു എന്നതാണ് വെല്ലുവിളി. എന്തായാലും കേരളത്തിൽ ഇതിന്മേലുള്ള വിവാദങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. കാരണം മുസ്ലിം സംഘടനകൾ ശക്തമായ നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത് വൈകിപ്പിക്കുന്നത് എന്ന ചോദ്യമുണ്ടാവുന്നു. ഒരുപക്ഷേ ഈ വൈകിയുള്ള തീരുമാനമെടുക്കൽ പോലും കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കും. ഇനി ഒരുപക്ഷേ ഈ അയോധ്യ ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനമെടുത്താൽ പോലും ആ വൈകിയുള്ള തീരുമാനം കോൺഗ്രസിന് നൽകുന്ന ക്ഷീണം, നഷ്ടം അത് ചെറുതായിരിക്കില്ല എന്നതാണ് അതിന്റെ സാഹചര്യം. സാഹിത്യ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾ BJP കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പിന് ഇവിടെ ശ്രമിക്കുന്നു. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണമുള്ള ഒരു പ്രതികരണം വേണം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് യെച്ചൂരി പറയുമ്പോൾ, പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അത് വിഭിന്നമായിരിക്കില്ലേ? പ്രത്യേകിച്ചും യെച്ചൂരി ക്ഷണം ലഭിക്കുന്നു, യെച്ചൂരി അത് പെട്ടെന്ന് തന്നെ നിരസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സ്വാഭാവികമായും കേരളത്തിൽ ആ വിഷയം വലിയ തോതിൽ ചർച്ചയായി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തൂല്ലേ? അപ്പോഴും ഇവിടെ ലീഗ് അങ്ങനെ ഒരു ആ രാഷ്ട്രീയ നീക്കം അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. പക്ഷേ BJP അടക്കം പറഞ്ഞു വെക്കുന്നത് പോലെ കോൺഗ്രസ് ഇതിപ്പോൾ എന്ത് നിലപാടെടുത്താലും അത് BJPക്ക് അതൊരു രാഷ്ട്രീയ മേൽക്കോയ്മയായി വരുന്ന ഒരു സാഹചര്യം കൂടി മുന്നിൽ കാണേണ്ടേ? അങ്ങനെയുണ്ട് രഞ്ജിനി. കാരണം ഇത് കേരള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന് വ്യത്യസ്തമാണ് ചിത്രം. കാരണം CPM ഈ കോൺഗ്രസിൻ്റെ ദുർഘട സന്ധിയെ വലിയ രീതിയിൽ രാഷ്ട്രീയ മുതലെടുപ്പിനോ രാഷ്ട്രീയ സാധ്യതയായോ മാറ്റുകയോ ചെയ്യുന്നുണ്ട്. അതാണ് നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ അയോധ്യ വിഷയത്തിലെ കോൺഗ്രസിൻ്റെ അഴകുഴമ്പൻ സമീപനമെന്ന വിമർശനം ഉന്നയിക്കുന്നതിന് കാരണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ അത്തരമൊരു നിലപാടെടുത്തുകൊണ്ട് കോൺഗ്രസിന് ഏറെക്കാലം മുന്നോട്ട് പോകാനാവില്ല എന്ന് മാത്രമല്ല, ഇതിൽ കൃത്യമായ നിലപാട് എടുക്കേണ്ടിയും വരും. ഒരുപക്ഷേ ഈ പങ്കെടുക്കാനുള്ള തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഒടുവിൽ ഉണ്ടായാൽ പോലും അത് വലിയ ക്ഷീണമായി സംസ്ഥാനത്തുണ്ടാവുകയും ചെയ്യും. മറ്റൊന്ന്, ഇതിൻ്റെ സാധ്യതയും സാഹചര്യവും നമ്മൾ വിലയിരുത്തേണ്ട മറ്റൊരു ഘടകം കൂടിയുണ്ട്. കാരണം മുസ്ലിം ലീഗ് ഒരു ഘടകകക്ഷിയാണ്, UDFിൻ്റെ ഭാഗമാണ്, കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ്, അതൊരു രാഷ്ട്രീയ മുന്നണിയാണ്. പക്ഷേ അതിനും അപ്പുറം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനയ്ക്കും അപ്പുറം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഈ കോൺഗ്രസിൻ്റെ സമീപനം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പം, ആ ആശയക്കുഴപ്പത്തിലാവാം ഒരുപക്ഷെ CPM പോലെയുള്ള കക്ഷികൾ കണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ആശയക്കുഴപ്പം പരിഹരിക്കുക കോൺഗ്രസിന് അത്ര എളുപ്പമല്ല. നമുക്കറിയാം, സമസ്ത പോലെയുള്ള സംഘടനയുടെ മുഖപത്രം അവരുടെ ആ ലേഖനത്തിൽ തന്നെ പരാമർശിക്കുന്നത് കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനമായിരുന്നു. ഒപ്പം തന്നെ സീതാറാം യെച്ചൂരിയുടെ നിലപാടിനെ അവർ കോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും ലീഗിനപ്പുറമുള്ള മുസ്ലിം വോട്ടുകളും മുസ്ലിം ജനസമാനവും അവർ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാടുകളും അവർക്കുണ്ടാകുന്ന ആശങ്കകൾക്ക് കൂടി കോൺഗ്രസ് വില നൽകേണ്ടി വരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അതുകൊണ്ട് ലീഗ് ഒരുപക്ഷെ കോൺഗ്രസിന് അവരുടെ പ്രതിസന്ധി മനസ്സിലാക്കിയ ഒരു നിലപാടെടുത്താൽ പോലും മറൊരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ നിലപാട് അല്ലെങ്കിൽ നിലപാടില്ലായ്മ അവർക്കുണ്ടാക്കുന്ന ക്ഷീണം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ ശക്തമാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം. യെസ്, TG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും കോൺഗ്രസ് ഇപ്പോഴും കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കാത്ത ഒരു സാഹചര്യത്തിൽ ലീഗ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ഇല്ല എന്ന് വേണം ഇന്നത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയായാലും കുഞ്ഞാലിക്കുട്ടിയുടെയായാലും വാക്കുകൾ വ്യക്തമാക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ് BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതായി LDF കൺവീനർ EP ജയരാജൻ. അത് തിരിച്ചറിയാൻ മതേതര പാർട്ടികൾക്ക് കഴിയണം. ബാബറി പള്ളി തകർത്തത് കോൺഗ്രസിന്റെ കാലത്താണ് എന്നും EP ജയരാജൻ പറഞ്ഞു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. പഴയതെല്ലാം മരുന്ന് KB ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകിയില്ല. ഇക്കാര്യം മുഖ്യമന്ത്രി ഗണേഷ് കുമാറിനെ അറിയിച്ചു. സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് B കത്ത് നൽകിയിരുന്നു. ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പാണ് ഗണേഷിന്. തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളി രണ്ടാം പിണറായി മന്ത്രിസഭയിലും എത്തും. ആന്റണി രാജു ഉപയോഗിച്ചിരുന്ന ഓഫീസ് കടന്നപ്പള്ളി രാമചന്ദ്രനും അഹമ്മദ് ദേവർകോവിൽ ഉപയോഗിച്ച ഓഫീസ് ഗണേഷ് കുമാറിനും നൽകും. വൈകിട്ട് 4 മണിക്കാണ് KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കും.
തന്റെ വകുപ്പിൽ അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന നിയുക്ത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ന്യൂസ് 8നോട് ഇടനിലക്കാരെ അടുപ്പിക്കില്ല, ജനങ്ങൾക്ക് താനുമായി നേരിട്ട് ബന്ധപ്പെടാം. പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറച്ചത് മുൻകാല അനുഭവം കൊണ്ടാണെന്നും കെ ബി ഗണേഷ് കുമാർ ന്യൂസ് 8നോട് പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് മനുഷ്യത്വമുള്ളയാളാണെന്ന് നിയുക്ത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. തന്നെക്കുറിച്ച് രഞ്ജിത്ത് പറഞ്ഞത് തമാശയായി എടുക്കുന്നു. ഭീമൻ രഘുവിനെ കുറിച്ച് പറഞ്ഞത് സ്നേഹം കൊണ്ടാണെന്നും ഗണേഷ് പറഞ്ഞു. വകുപ്പ് ഏതായാലും സത്യസന്ധതയും നീതിയും പുലർത്തുമെന്ന നിയുക്ത മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ന്യൂസ് 8നോട്. ഇന്ത്യ മുന്നണിക്ക് കേരളത്തിലെ ഇടതുമുന്നണി മാതൃകയിൽ നയവും പരിപാടികളുമുള്ള സംവിധാനം വേണം. പ്രധാനമന്ത്രി ആരാകണമെന്നത് അവസാന അജണ്ട മാത്രമാണ്, അതല്ല ആദ്യം ചർച്ച ചെയ്യേണ്ടതെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി ന്യൂസ് 8നോട് പറഞ്ഞു. ഗതാഗത വകുപ്പിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കെ ബി ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു ഗണേഷ്. ഗണേഷിന്റെ മന്ത്രി പദവിയിൽ അഭിമാനമുണ്ടെന്നും ബിന്ദു ഗണേഷ് ന്യൂസ് 8നോട് പറഞ്ഞു. വകുപ്പുകൾ ആർക്കും ആവശ്യപ്പെടാമെന്ന LDF കൺവീനർ EP ജയരാജൻ. തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും EP പറഞ്ഞു. ഗണേഷ് കുമാർ സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ട ചോദ്യത്തോടായിരുന്നു EPയുടെ പ്രതികരണം. ആർളം ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടുവെന്ന് പോസ്റ്റർ പതിച്ച് മാവോയിസ്റ്റുകൾ. നവംബർ 13-നുണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് കവിത കൊല്ലപ്പെട്ടുവെന്ന് പോസ്റ്ററിൽ പറയുന്നു. വയനാട് തിരുനെല്ലി ഹൂണ്ടിക്കാപ്പറമ്പ് കോളനിയിലാണ് പോസ്റ്ററുകൾ പതിച്ചത്. ചികിത്സയിലിരിക്കെയാണ് കവിത കൊല്ലപ്പെട്ടത് എന്നും മാവോയിസ്റ്റുകൾ പറഞ്ഞു. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ നടൻ സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നിലപാട് തേടി. നടക്കാവ് പോലീസ് നിലപാട് അറിയിക്കണം. മാധ്യമപ്രവർത്തകയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. BJP നേതാവും നടനുമായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള ബോധപൂർവമായ അതിക്രമം മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. IPC 354 വകുപ്പാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാനിടയുള്ള കുറ്റമാണിത്. പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറിയ കുറ്റത്തിന് പോലീസ് ആക്ടിലെ 119A വകുപ്പും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തും. അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ ഭേദഗതി ചെയ്ത ഹർജി സമർപ്പിച്ചു. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കണമെന്നാണ് ആവശ്യം. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കണം. പരിഗണനയിലുള്ള ബില്ലുകളിൽ ഉടൻ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കണം. ഭരണഘടനാപരമായ അധികാരം വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഹർജിയിലുള്ളത്. സംസ്ഥാനത്ത് കോവിഡ് വർദ്ധിക്കുന്നു. 379 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. അതേസമയം രോഗമുക്തി നിരക്ക് ഉയരുന്നുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് 797 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 5 മരണം റിപ്പോർട്ട് ചെയ്തു. കർണാടകയിൽ 158 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. ചലച്ചിത്ര നടനും DMDK സ്ഥാപനവുമായ വിജയകാന്തിന്റെ സംസ്കാരം ഇന്ന്. കോയമ്പേട്ടിലെ DMDK ആസ്ഥാനത്ത് വൈകിട്ട് 4:45-നാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെ മൃതദേഹം സംസ്കരിക്കുക. പാർട്ടി ആസ്ഥാനത്ത് മൃതദേഹം ഇന്നലെ പൊതുദർശനത്തിന് വെച്ചിരുന്നു. 100 കണക്കിന് പേർ വിജയകാന്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഗിണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. കുർബാന ഏകീകരണ തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിസന്ധി തുടരുന്നു. സിനഡ് കുർബാന അർപ്പിച്ച വൈദികരെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് ഹൌസിനുള്ളിൽ സിനഡ് കുർബാന അനുകൂലികൾ പ്രതിഷേധിച്ചു. ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് 3 മണിക്കൂർ നീണ്ടുനിന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചത്. തർക്കത്തിൽ വത്തിക്കാൻ ഇടപെടൽ ഉടനുണ്ടാകും. 4 കാര്യങ്ങൾ സംസാരിക്കാനാണ് പിതാവിനെ കണ്ടത്. പിതാവിനോട് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യത്തിൽ കൃത്യമായി നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ നമ്മൾ ഇവിടെ കുലിയയ്ക്ക് പിതാവിന് നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട്. അതുവരെ നമ്മളുണ്ടാവുന്ന അതുപോലെയല്ല, 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകണം. കുലിയയിൽ ഒരു അംഗമായ ആന്റണി പെരുമായൻ അച്ഛൻ കൊച്ചാൽ പള്ളിയില് അവിടെ പോയി സഭയുടെ കുർബാന അർപ്പിക്കുന്നതിന് പകരം ഇല്ലിസിറ്റായ സഭ നിരോധിച്ച കുർബാന അർപ്പിച്ചു. ആന്റണി പെരുമായൻ അച്ഛനെ അന്വേഷണ വിധേയമായിട്ട് 1 മണിക്കൂറിനകത്ത് സസ്പെൻഡ് ചെയ്ത വൈറ്റൽ ഡോക്യുമെന്റ്സ് വേണമെന്ന് നമ്മൾ വെറുതെ. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മുഖ്യമന്ത്രി യോഗം വിളിച്ചു. വൈകിട്ട് 7:30 ഓൺലൈനായാണ് യോഗം. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ പങ്കെടുക്കും. തിരുവനന്തപുരം മുതലപ്പുഴയിൽ പുലിമുട്ടിന്റെ ഘടനയിൽ മാറ്റം വന്നേക്കും. ഇത് സംബന്ധിച്ച CWPR
എസ് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നുള്ള തിരയെ പ്രതിരോധിക്കാൻ കഴിയാത്തതിനാൽ പുലിമുട്ടിന്റെ ഘടനയിലും ഇതനുസരിച്ച് മാറ്റം വേണമെന്നാണ് കണ്ടെത്തൽ. അതേസമയം പുതിയ കണ്ടെത്തലുകളിൽ മത്സ്യത്തൊഴിലാളികളും ആശങ്കയറിയിച്ചു. കേന്ദ്ര ഏജൻസിയായ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുതലപ്പുഴയിലെ പുലിമുട്ടിൽ മാറ്റം വരുത്തണമെന്ന റിപ്പോർട്ട് സമർപ്പിച്ചത്. 4 തരത്തിൽ പുലിമുട്ടിന്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചാണ് സംഘം പരിശോധിച്ചത്. ഇതിനെ ആസ്പദമാക്കി പുതിയ അലൈൻമെന്റിന് ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. നിലവിൽ കടലിലേക്ക് തുറക്കുന്ന രീതിയിലാണ് പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ മാറ്റം വരുത്തി മുതലപ്പുഴയിലെ തെക്ക് ഭാഗത്തു നിന്നും പുതിയൊരു പുലിമുട്ട് നിർമ്മിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ തുറക്കുന്ന രീതിയിൽ പുലിമുട്ട് വികസിപ്പിക്കുന്നതാണ് പുതിയ അലൈൻമെന്റ്. തെക്ക് ഭാഗത്തെ പുലിമുട്ട് 575 മീറ്റർ നീളത്തിലും തെക്ക് വടക്ക് ഭാഗത്തേക്ക് 170 മീറ്റർ നീളത്തിലുമാണ് പുലിമുട്ടിന്റെ പുതിയ അലൈൻമെന്റ്. വടക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള പ്രവേശന കവാടത്തിന് 147 മീറ്റർ വീതിയുണ്ടാകും. അതേസമയം പുതിയ അലൈൻമെന്റ് സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെയും ഹാർബർ വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ DWPRSനെ അറിയിക്കും. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക കൂടി പരിഹരിച്ച് അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5830, പവന് 46,640. വെള്ളി ഗ്രാമിന് 80, കിലോയ്ക്ക് 80,000. പ്ലാറ്റിനം ഗ്രാമിന് 3678 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ന്യൂസ് റൂം ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.